സിലബസ് ഫുൾ പഠിച്ചാലും നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസൊക്കെ ആ കണ്ടൻസിൽ കാണും. എന്താണ് പഠിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഈ ക്ലാസ്സുകളിലൂടെയാണ്. ഇതൊക്കെ നമ്മൾ വെറുതെ പഠിച്ച് മുന്നോട്ട് പോയാൽ മാത്രം പോരാ. മാം നല്ല രീതിയിൽ ഇതൊക്കെ റിവിഷൻ ചെയ്യിക്കാറുണ്ടായിരുന്നു. കൂടുതൽ പഠിക്കുന്നതിലും നല്ലത് കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ റിവൈസ് ചെയ്യണമെന്ന് മാം എപ്പോഴും പറയും. നല്ല രീതിയിലുള്ള റിവിഷൻ ചെയ്യാൻ എനിക്ക് ഈ പരീക്ഷയ്ക്ക് മുമ്പ് സാധിച്ചിരുന്നു. LD പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം SCRT ആയിരുന്നു. SCRT പഠിക്കുന്നത് മാം ആണ് ഈസിയാക്കി തന്നത്. മാം എല്ലാ ചാപ്റ്റേഴ്സും ലൈവ് ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അത് ഒരുപാട് തവണ റിവൈസ് ചെയ്ത് ഞാൻ പഠിച്ചിരുന്നു. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതിനൊക്കെ വേണ്ടി എന്നും ഇത്തിരി സമയം മാറ്റി വയ്ക്കണമെന്ന് മാം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതൊക്കെ ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞേനെ. പിന്നെ ഈ LD എക്സാം ടെൻഷൻ ഫ്രീ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ ഏറെ സഹായിച്ചൊരു കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നത് വളരെ ഹെൽപ്ഫുള്ളായ ഒരു കാര്യം തന്നെയാണ്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും എന്നതിലുപരി അത് നമ്മളെ എക്സാം എഴുതുമ്പോൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എക്സാമിന് ഒരു 2 മാസം മുമ്പ് തന്നെ മാം ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യിപ്പിച്ചിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒരു 5-6 ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്തിട്ട് ഒരു അറിയാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ നമ്മൾ സ്റ്റക്കാവും. ഇനി കൂടുതൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. എനിക്കൊന്നും അറിയില്ല, ഈ സമയമുണ്ടെങ്കിൽ കുറച്ചുകൂടി പഠിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ മാം വിടില്ല. അടുത്ത ക്ലാസ്സിൽ മാം ചോദിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ചെയ്യാതെ നമ്മളെ വിടത്തില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊരു 5 ദിവസം കൊണ്ടൊക്കെയാണ് ചെയ്തത്. അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു അത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടും വീണ്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ പകുതി വരെ ചെയ്യും, അടച്ചു വയ്ക്കും. അടുത്ത ദിവസം മാം ചോദിക്കുമ്പോൾ വീണ്ടും ചെയ്യും, വീണ്ടും നിർത്തും. ഇങ്ങനെ ഒരു 10-15 ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലാകും. പിന്നെ എപ്പോഴും മാം ചോദിച്ചില്ലെങ്കിൽ പോലും നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും, എന്നിട്ട് ബാക്കി പഠിക്കാമെന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലൂടെ അങ്ങ് പോകും. ആ കറക്റ്റ് ട്രാക്കിലാക്കുന്ന കാര്യം മാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തരും.